ബഹുമാന്യരായ ഓറവറുകൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ കൈകാര്യം ചെയ്തത് കർമ്മശാസ്ത്രമായിരിക്കും. ഷാഫിഈ മദ്ഹബിലെ അവസാന വാക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ അല്ലാമ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിൻ്റെ ലോക പ്രശസ്തമായ തുഹ്ഫത്തുൽ മുഹ്താജ് 10 വാള്യം ഹല്ല് ചെയ്തുകൊണ്ട് 2 പ്രാവശ്യം ദർസ് നടത്തുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ബഹുമാനപ്പെട്ട ഓറവറുകൾ. അധിക പേർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അതുകൊണ്ട് മഹാനായ ഓറവറുകൾ മറ്റു ഫന്നുകളെന്ന പോലെ ഇൽമുൽ ഫിഖ്ഹിൽ വലിയ മാഹിറായിരുന്നു. മഹാനർക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയവും ഇൽമുൽ ഫിഖ് ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായി നൽകിയ സിദ്ധി കൊണ്ട് മസ്അലപരമായ കെട്ടിക്കിണഞ്ഞ പ്രശ്നമുള്ള ഏത് വിഷയം വന്നാലും ഏത് ചോദ്യം വന്നാലും ജാമിയും മാന്യവുമായി ഷാഫിയായ സംതൃപ്തമായൊരു മറുപടി പറയാൻ മഹാനരായ ഓർക്ക് കഴിയുമായിരുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത മഹത്തായ സൗഭാഗ്യമാണ്. ഓറവറുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മഹാനെ സമീപിച്ചത് കേവലം സാധാരണക്കാർ മാത്രമല്ല. അന്ന് തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാർ പോലും പല വിഷയങ്ങളിലും സംശയം ചോദിച്ച് തീർത്തിരുന്നു. ഫിഖ്ഹിയ വിഷയങ്ങൾ, ഇബാറത്തെ ഹല്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലതും സാധാരണക്കാരും മഹാനരായ ഓറവരെ സമീപിച്ചിരുന്നു. ചോദ്യകർത്താവിൻ്റെ നിലവാരം മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനും മറുപടി പറയാനുള്ള കഴിവ് മഹാനരായ ഓർക്കുണ്ടായിരുന്നു. പണ്ഡിതന്മാരോട് അവരുടെ നിലവാരം അനുസരിച്ച് സംസാരിക്കും. സാധാരണക്കാരോട് അവർക്ക് മനസ്സിലാകുന്ന വിധവും മഹാനായ ഓറവർ സംസാരിക്കുന്നതാണ്. എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് അപ്രകാരം കൈകാര്യം ചെയ്യും. പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാത്തിൻ്റെയും മതവിധി പറയുക എന്നത് മൂപ്പരുടെ രീതിയായിരുന്നു. പറയേണ്ടത് പറയും. ചിലപ്പോൾ ഹുക്കുമുകൾ പറയാതെ, വിധി പറയാതെ പ്രശ്നത്തിൻ്റെ വരും വരായിക പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിന്തിരിപ്പിക്കേണ്ടത് അങ്ങനെയും പിന്തിരിപ്പിക്കും. സുദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തതിന് ഞാൻ അങ്ങോട്ടൊന്നും നീങ്ങുന്നില്ല. വെള്ളിയാഴ്ച ഖുതുബയുടെ മുമ്പുള്ള തറപ്രസംഗം എന്ന് പറയുന്ന പ്രസംഗത്തെക്കുറിച്ച് പൊതുവെ ചിന്തിക്കുമ്പോൾ ഒരാവശ്യമാണെന്ന് സാധാരണക്കാർക്ക് തോന്നും. എന്നല്ല, മുസ്ലിയാക്കന്മാർ പോലും പല സ്ഥലങ്ങളിലും ഈ പ്രസംഗം നടത്തുന്നവരാണ്. ആകെ വെള്ളിയാഴ്ചയാണ് സാധാരണക്കാരെ സംസാരിക്കാനൊന്ന് കിട്ടുള്ളൂ. അറബിയുള്ള ഖുതുബയാണെങ്കിൽ ഭാഷ അറബി ആയതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കുകയില്ല. ജുമുഅ കഴിഞ്ഞാൽ പിന്നെ പ്രസംഗം കേൾക്കാനും ആളെ കിട്ടില്ല. പിന്നെ അവിടെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഖുതുബയുടെ മുമ്പുള്ള പ്രസംഗമാണ്. ഇതേ ഒരു ആവശ്യത്തിനു വേണ്ടി മൂരാട് എന്ന പ്രദേശത്തുള്ള ചില മഹല്ല് പ്രധാനികളിൽ ചിലർ ബഹുമാനപ്പെട്ട ഓറ സന്ദർശിച്ച ഒരു സംഭവം നമ്മളുടെ അനുസ്മരണ ഗ്രന്ഥങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായുടെ ഓറ അടുത്ത് വന്നതും ഖുതുബയുടെ മുള്ള പ്രസംഗം അത് സംബന്ധിച്ചാണ് അവർക്ക് അറിയേണ്ടത്. അത് പറ്റുമോ, അവർക്കത് താല്പര്യമുണ്ട്, പറ്റുമെങ്കിൽ ചെയ്യാം. മഹാനായ ഓറവറുകൾ അതിൻ്റെ മസലയോ അതിൻ്റെ നിയമവശങ്ങളോ ഒന്നും പറയാതെ, നമുക്കറിയാം ഖുതുബയുടെ മുമ്പുള്ള പ്രസംഗത്തെക്കുറിച്ച് ഹറാമെന്ന് പറയുന്നവരുണ്ട്, കറാഹത്താണെന്ന് പറയുന്നവരുണ്ട്, മറ്റ് സുന്നി സംഘടന നേതാക്കൾ. പക്ഷെ അതൊന്നും ഫിഖ് കൊണ്ട് തെളിയിക്കാൻ കഴിയൂല ഹറാമാണെന്നും കറാഹത്താണെന്നും. ബഹുമാനപ്പെട്ട ഓറവകൾ അവിടെ സൂചിപ്പിച്ചത് അങ്ങനെ പ്രസംഗം നടക്കുമ്പോൾ എന്തായിരിക്കും സ്ഥിതി. പ്രഭാഷണം നടത്തുന്നവൻ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ആരെങ്കിലും അൽഖഹ് ഓതുകയാണെങ്കിൽ, സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ, തഹിയ്യത്ത് നിസ്കരിക്കുകയാണെങ്കിൽ നിങ്ങളതിന് തടസ്സം പറയൂലേ എന്നാണ് മൂപ്പർ ചോദിക്കുന്നത്. അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറയേണ്ടി വരും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഓറവകൾ പറഞ്ഞത്, അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ശർആക്കിയ വെള്ളിയാഴ്ച ദിവസത്തെ അൽഖഹ് ഓത്തും സലാത്തും അതൊക്കെ അവിടെ നിർത്തി ശർഅ് പഠിപ്പിക്കാത്ത, നിർദ്ദേശിക്കാത്തൊരു കാര്യം സ്വന്തമായി നമ്മൾ അങ്ങനെ ഒന്ന് തുടങ്ങിയാൽ ശരീഅത്ത് ശർഅ് നിശ്ചയിച്ച
അന്ന് പ്രത്യേകം തേടപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി തേടാത്ത സംഗതി നമ്മൾ ചെയ്യുന്നത് ഒരുതരം അക്രമമല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഓറവുകൾ ചോദിച്ചപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ടു. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, എന്നാൽ ആ കാര്യം ഒന്ന് എഴുതിത്തരാമോ എന്നാണ്. ഓറവർക്ക് പറഞ്ഞത് എഴുതിത്തരാമെന്ന് ചോദിച്ചപ്പോൾ കൂട്ടത്തിൽ മറ്റൊരാൾ പറഞ്ഞു, അത് ചിന്തിച്ചാൽ ആലോചിച്ചാൽ നമുക്കെന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അതിൻ്റെ ന്യായം, അതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെട്ടവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇവിടെയാണ് മഹാനരായ ഓരോ വിഷയം കൈകാര്യം ചെയ്തതിൻ്റെ രൂപം രീതിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിഖിലില്ലാത്ത ഹറാം കറാഹത്തും പറഞ്ഞിട്ട് പോലും പലർക്കും നിർത്താൻ കഴിയാത്തടത്ത് അതൊന്നും പറയാതെ ആയത്തോതി സ്വന്തമായി വ്യാഖ്യാനിക്കാതെ ഹദീത്തോതി വ്യാഖ്യാനിക്കാതെ അല്ലെങ്കിൽ ഫിഖ് വളച്ചൊടിച്ച് പറയാതെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നിർത്തലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഓറവുകൾ സ്വീകരിച്ച ഒരു സമീപനമാണ്. ഇതിൽ നമുക്കും മാതൃകയുണ്ട്. എല്ലാത്തിനും ഇബാറത്ത് ഉദ്ധരിക്കുക, പേജ് നമ്പർ പറയുക എന്നതിനപ്പുറം തൻ്റെ മഹാന്മാരായ മശായിഹുമാരിൽ നിന്ന് അത് സംബന്ധമായി എന്തെങ്കിലും ഫത്വയുണ്ടെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കുക എന്നതാണ് ബഹുമാനപ്പെട്ട ഓറുടെ രീതി. മിക്ക ചോദ്യങ്ങൾക്കും അങ്ങനെയാണ്. ചോദിച്ച വിഷയമോ തത്തുല്യമായ മറ്റേതെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കും. ഒരുപക്ഷെ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങളെ ആയിരിക്കാം, അല്ലെങ്കിൽ അല്ലാമ തറക്കണ്ടി ഓറയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് മഹത്തുക്കളെ എത്രയോ വിഷയങ്ങൾ ഓരോട് ചോദിച്ചതിൻ്റെ മറുപടി നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഓരോന്നും ഞാൻ നീട്ടി പറയുന്നില്ല. കുത്തിറാത്തീവിനെ സംബന്ധിച്ച് ചോദിച്ചൊരു വിഷയം, കുത്തിറാത്തീവ് റാത്തീവ് ഉണ്ടല്ലോ, ആ റാത്തീവ് നടത്താൻ പറ്റുമോ, റാത്തീവ് നടത്തുന്ന സമയത്ത് ആയുധം വെച്ച് ശരീരത്തിൽ കുത്താൻ പറ്റുമോ എന്നാണ് മൂപ്പറോട് ചോദിക്കുന്നത്. അപ്പോൾ അതെന്നെ കിതാബിലുണ്ട്, ഇന്ന ഇബാറത്ത് കൊണ്ട് മനസ്സിലാകും എന്ന് പറയുന്നതിന് പകരം പാറക്കടവ് മുൻകാലത്ത് ഇങ്ങനൊരു റാത്തീവ് നടന്നിരുന്നുവെന്നും അങ്ങനെ റാത്തീവ് നടന്നപ്പോൾ അവിടെയുള്ള ആളുകൾ രണ്ട് വിഭാഗമായി എന്നും ഇത് പറ്റൂല, കാരണം ആയുധമെടുത്ത് ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിക്കുകയാണ്, ഇത് അനിസ്ലാമികമാണ്, പാടില്ലാത്തതാണെന്നൊരു കൂട്ടരും, അല്ല അനുവദനീയമാണെന്ന് മറ്റു കൂട്ടരും. ഇങ്ങനെ തർക്കമായപ്പോൾ ബഹുമാനപ്പെട്ട പാറക്കടവ് വലിയ കാളിയാർ ജീവിച്ചിരിക്കുന്ന കാലമാണ്. മൂപ്പരോട് ഈ മസല ചോദിച്ചെന്നും അത് അനുവദനീയമാണെന്ന് മാത്രമല്ല ഒരർത്ഥത്തിൽ സുന്നത്താണെന്നും ബഹുമാനപ്പെട്ട കാളിയവറുകൾ പറഞ്ഞുവെന്നുമാണ് ബഹുമാനപ്പെട്ട ഇത് സംബന്ധമായിട്ട് മറുപടി നൽകുന്നത്. ഇവിടെയും ഉദ്ധരിക്കുകയാണ്, നഖിലാണ്. അധിക വിഷയം ബഹുമാനപ്പെട്ട ഓറവൾ സ്വീകരിക്കുന്ന രീതി അങ്ങനെയാണ്. സ്വന്തമായ അഭിപ്രായം പറയാതെ ഇന്നവർ പറഞ്ഞു അങ്ങനെ ഉദ്ധരിക്കും. സ്പീക്കർ ബാങ്കിന് ഉത്തരം ചെയ്യണോ ജവാബ് കൊടുക്കണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഇതിന് സാക്ഷിയാണ്. എൻ്റെ സുഹൃത്ത് മൂപ്പറോട് ചോദിച്ചപ്പോൾ മൂപ്പർ പറയുന്ന മറുപടി അത് കൊടുക്കണമെന്നല്ലേ സംസ്ഥക്കാർ പറയുന്നത്. ആദ്യം പറഞ്ഞത് ബാങ്കിന് ഇജാബത്ത് ചെയ്യണമെന്നല്ലേ സംസ്ഥക്കാർ പറയുന്നത്. പിന്നെ കുറച്ച് സമയം മൗനമായി മൂപ്പറോട് അടങ്ങി. പിന്നീട് ചോദിച്ചു, കുത്തുബിത്തങ്ങൾ കേട്ടിട്ടുണ്ടോന്ന്. മൂപ്പർ പറഞ്ഞു, കുത്തുബിത്തങ്ങൾ പറയുന്നത് ജവാബ് കൊടുക്കേണ്ടതില്ല എന്ന്. ഇത് ഞാൻ സാക്ഷിയാണ് മൂപ്പർ പറഞ്ഞ മറുപടിക്ക്. കുത്തുബിത്തങ്ങൾ പറഞ്ഞത് ജവാബ് കൊടുക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ അവിടെ ഉദ്ധരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഓറവർകൾ. ഇത് ബഹുമാനപ്പെട്ട മൂപ്പരുടെ ഒരു സമീപനമാണ്. അതുപോലെ ഷാഫി മദ്ഹബിൽ ഏത് പ്രശ്നം വന്നാലും അതിൻ്റെ മദ്ഹബിൻ്റെ ഔദ്യോഗികമായ അഭിപ്രായം ബലപ്പെട്ട വീക്ഷണം ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട ഓറവറുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഏത് വിഷയം പറയുമ്പോൾ അതിന് മർമ്മം മനസ്സിലാക്കും. ഷാഫി മദ്ഹബ് എന്താണ് അങ്ങനെ മനസ്സിലാക്കിയിട്ടേ മൂപ്പർ വിഷയം കൈകാര്യം ചെയ്യുള്ളൂ. ഇതൊരു മുഫ്തിക്ക് അനിവാര്യമായ സംഗതിയാണല്ലോ. കിതാബ് തുറന്നു നോക്കി ഏതെങ്കിലും കിതാബില്ലത് എടുത്ത് പെട്ടെന്ന് പറയല്ല, അത് പറയാനും പാടില്ല എന്ന് നമ്മുടെ ഉലമാവ് പറയുന്നുണ്ട്. ഹുറുമു അലൽ മുഫ്തി അത്തസാഹുലു ഫിൽ ഫുത്തിയ, ഫത്വകളിൽ തസാഹുല് പാടില്ല, ശ്രദ്ധിക്കണം പറയുമ്പോൾ. ഷാഫി മദ്ഹബ് അതിൻ്റെ പ്രബല വീക്ഷണം പറയേണ്ട അടുത്ത് അത് തന്നെ പറയണം, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയണം. അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ഓറവർ ചെയ്യാറുള്ളൂ. എന്നാൽ മസ്ലഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി അഭിപ്രായം സ്വീകരിക്കും. അതാവശ്യമാകും പറയും, ആവശ്യമില്ലാത്തടത്ത് പറയില്ല, മസ്ലഹത്ത് നോക്കിയിട്ടേ പറയുള്ളൂ. കിതാബിലുള്ള എല്ലാ അഭിപ്രായങ്ങളും കൗലും കീലയും പറയുന്നൊരു രീതി ബഹുമാനപ്പെട്ട ഓറവർക്കില്ല. പറയേണ്ടതേ പറയുള്ളൂ, എല്ലാം പറയരുത് എന്നും നമ്മുടെ ഉലമാവ് പറയുന്നുണ്ട്. പഠിച്ച കൗലുകളെല്ലാം വിളമ്പാനുള്ളതല്ല. അതൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരുടെ മനസ്സിൽ ദീനിനോടുള്ള ഒരു ആദരവും ഗൗരവവും നഷ്ടപ്പെടും, തസാഹുല് സംഭവിക്കും. അങ്ങനെ പറയരുത് എന്നും ബഹുമാനപ്പെട്ട ഉലമ വിവരിച്ചിട്ട് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് മൂപ്പർ ഫിഖ് കൈകാര്യം ചെയ്തത്.
എന്നാൽ മസ്ലഹത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി പറയേണ്ടടുത്ത് ബഹുമാനപ്പെട്ട ഓറവൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഒരു നുസ്ഹാണ്, ഗുണകാംക്ഷയാണ് ഈ ഉമ്മത്തിനോടുള്ള. തെറ്റിലും കുറ്റത്തിലും അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പറ്റുന്ന ഹീലത്തുകൾ പറഞ്ഞു കൊടുക്കും. അത് അഭിപ്രായം മാത്രമല്ലല്ലോ. ഇപ്പം ഹീലത്തു റിബ ഫിഖിൻ്റെ കിതാബിൽ സവിസ്തരം പ്രതിപാദിച്ച വിഷയമാണ് ഹീലത്തു റിബ. ബഹുമാനപ്പെട്ട ഓറവുകൾ അത്തരം ശുഭ വരുന്ന സ്ഥാപനങ്ങളുമായോ ഇടപാടുമായിട്ടോ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊരു സത്യമാണ്. ബാങ്കുമായി ബഹുമാനപ്പെട്ട ഓറവുകൾ ബന്ധപ്പെടാറില്ല. എന്നാൽ അതൊക്കെ ഹറാമാണ്, ബന്ധപ്പെടുന്നതൊക്കെ നിരുപാധികം ഹറാമാണെന്നങ്ങനെ ഒറ്റടിക്ക് പറയാറുമില്ല. അതിൻ്റെ ഹീലത്തും ഹറാമിൻ്റെ രക്ഷപ്പെടാനുള്ള സൂത്രവും മാർഗവും പഠിപ്പിക്കും. അത് ഉമ്മത്തിനോടുള്ള നുസ്ഹാൻ. ബാങ്കുമായി ബന്ധപ്പെടാത്തവർ ഇന്ന് ആരാണുള്ളത്? അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഹീലത്ത് പഠിക്കേണ്ടതാണ്. ഹറാമിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ കറാഹത്തിലേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം ബഹുമാനപ്പെട്ട ഓറവുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിലായിരിക്കാം പലിശക്കാരൻ അക്കാലത്ത് ചില ആളുകളൊക്കെ പ്രസംഗിച്ചത്. പക്ഷെ ഓരോ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയവരായിരുന്നു. മറ്റുള്ളവർ കുറ്റത്തിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഹീലത്ത് വിവരിച്ചു കൊടുക്കും. ഇന്ന് നേരെ തിരിച്ചാണ്. പറയുന്ന ആളുകളൊക്കെയും സ്വന്തം ജീവിതത്തിൽ ബാങ്കുമായും മറ്റൊക്കെ ബന്ധപ്പെടും ശുഭകളുമായും സ്റ്റേജിൽ കയറി ജനങ്ങളോട് സൂക്ഷ്മത സംസാരിക്കുകയും ചെയ്യും. ഓരവർ നേരെ തിരിച്ചാണ്. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. സാധാരണക്കാരും കുറ്റത്തിലാകാതിരിക്കാൻ വേണ്ടി പറ്റുന്ന കൗലുകളും ഹീലത്തുകളെല്ലാം പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ചെറുതലല്ലോ കൗല്, അത് കൗലല്ലേ കീലയല്ലേ എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഓരവർ പറയാറ് ആ പറഞ്ഞ ആളുകൾ ആരാണ്? ആ കൗലിൻ്റെയും കീലയുടെയും വജീൻ്റെ ഒക്കെ ആളുകൾ ആരാ? കടപ്പുറത്ത് മുക്കുവാന്മാരല്ല, നമ്മൾ മീൻ പിടിക്കുന്ന മുക്കുവാന്മാരല്ലല്ലോ ഓല് എന്നവർ വലിയ പണ്ഡിതന്മാരാണ്. പക്ഷേ ബലാബലം നോക്കുമ്പോൾ മർജൂഹാണെങ്കിലും അഭിപ്രായപ്പെട്ടവർ വലിയ ആളുകളാണ്. അഭിപ്രായം സ്വീകരിക്കാം. അത് ശർഈ നൽകിയ വല്ലാത്തൊരു ഇളവാണ്. ഇഖ്തിലാഫുൽ ഇമ്മത്തി റഹ്മത്തുൽ ഉമ്മ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഓറവകൾ അങ്ങനെയാണ് ആ ഭാഗമൊക്കെ കൈകാര്യം ചെയ്തത്. പറ്റുന്ന ആളുകൾക്ക് വന്ന് ചോദിച്ചാലും കുടുങ്ങിയ ആളുകൾക്കും അതിൻ്റെ കൗലുകൾ പറഞ്ഞു കൊടുക്കും ബുദ്ധിമുട്ടുന്ന സമയത്ത്. അങ്ങനെ ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ മുദ് റമളാനിലെ നോമ്പ് ഖളാ വീട്ടാൻ വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ശേഷം ആർത്തവകാലത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ രോഗസമയത്ത് നഷ്ടപ്പെട്ടതായിരിക്കാം. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും. മസാല യോജിക്കുമ്പോൾ നമ്മൾ പറയും വർഷാവർഷം മുദ്ദ് ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മുദ്ദുകൾ കൊടുക്കേണ്ടി വരും. പാവപ്പെട്ടവർ കുടുങ്ങും. അവിടെയൊക്കെ അസഹിൻ്റെ സാനി ഭൂമാറ്റ ഓറകൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തു. മൂപ്പർ പറഞ്ഞു ഈ വിഷയം ചോദിക്കാൻ ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു. അപ്പം ഞാൻ ആ മുദ്ദ് ആവർത്തിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പോയപ്പോഴാണ് എനിക്ക് സാനി ഓർമ്മ വരുന്നത്. രണ്ടാം അഭിപ്രായം. പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചില്ല. മൂപ്പർ പറയാ തിരിച്ചു വിളിച്ചില്ല ആ സ്ത്രീയെ. കാരണം കുറച്ചൊക്കെ സാമ്പത്തികം ഉള്ള പെണ്ണാണ്. അപ്പോൾ സാമ്പത്തികം ഉള്ള ആളുകളൊന്ന് ചോദിക്കുമ്പോൾ ഈ സാനി പറയേണ്ടതില്ല, കൊടുക്കണമെന്ന് തന്നെ, കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കാം. പാവപ്പെട്ട ആളുകൾ വന്നിട്ട് പറയുമ്പോൾ ഈ അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം. അതാണ് പ്രയാസവും പ്രശ്നം വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം ബൈത്താക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഓറവറുകൾ അതിലെ അഭിപ്രായമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള പദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നുമില്ലാതെ വെച്ച് കെട്ടിയ ആളുടെ തയമം, അങ്ങനെ തയമം ചെയ്ത നിസ്കാരം, എല്ലാ നിസ്കാരം പിന്നെ മടക്കണം. മസല മടക്കണം തന്നെയാണ്. പക്ഷെ അതൊക്കെ പ്രയാസമാണ്. എല്ലാവരും ഇപ്പോൾ വലിയ യക്കീനുള്ള ആളുകളായിരിക്കുമല്ലോ. ബഹുമാനപ്പെട്ട ഓറവുകൾ അപ്പറയുന്ന കൗലുകളെല്ലാം പ്രത്യേകം ബൈത്താക്കി തന്നെ എവിടെയും ഉപകരിക്കാൻ പറ്റുന്ന കുല്ലു മാ ഫിൽ വഖ്തി യുത്താ മാ ഹലൽ മുസനി യഖൂലു ലാ ഖലാ ബഅദൽ അമൽ കുല്ലു സലാത്തിൻ ലിൽ ഖലാഇ യഫ്തകിർ ഫലം യജിബ് ഫിൽ വഖ്തി നുഅ്മാനുൻ ദക്കർ. ബഹുമാനപ്പെട്ട ഇമാം മുസനി റഹിമഹുള്ളയുടെ അഭിപ്രായം, ആ സമയത്ത് തകരാറോടുകൂടെ നിസ്കരിച്ച നിസ്കാരം അഥവാ ശർഈ ആ സമയത്ത് പാലിക്കാൻ പറഞ്ഞ ഉപാധികളെല്ലാം പാലിച്ചുകൊണ്ട് നിസ്കരിച്ച നിസ്കാരം പിന്നീട് ഖളാ വീട്ടേണ്ടതാണ് ബലപ്പെട്ട അഭിപ്രായ പ്രകാരം. അത്തരം നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുസനി റഹിമഹുള്ള പറയുന്നത്. അഭിപ്രായം സ്വീകരിക്കാവുന്നതാണ്. ഇനി ഖളാ വീട്ടേണ്ട നിസ്കാരം ഇപ്പോൾ നിസ്കരിക്കേണ്ടതില്ല, പിന്നീട് നിസ്കരിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങൾ പറയുന്നുണ്ട്. രണ്ടും അഭിപ്രായം സ്വീകരിക്കാതിരുന്നാൽ മതി. ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിക്കാൻ പറ്റും. ഇതെല്ലാം ഇളവുകളാണ്. ഇങ്ങനെ പല ഇളവുകളും ബഹുമാനപ്പെട്ട ഓരുടെ ഉസ്താദ് ബഹുമാനപ്പെട്ട കേളത്തുണ്ടൂർ അന്ന് ചേരാപുരത്തൊക്കെ രണ്ടാം തട്ടിലൊക്കെ ആളുകളല്ലേ. ഇപ്പോൾ ജുമാ നിസ്കാരത്തിനൊക്കെ അങ്ങനെ ഫാത്തിഹ ഓതിയിട്ട് ആമീൻ എന്ന് പറയുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ കേട്ടവർ ആമീൻ പറയും, കേട്ടതും കേട്ടിട്ട് കേൾക്കാത്തവരും ആമീൻ പറയും. ആ പറയുന്നവർ ചിലപ്പോൾ ഫാത്തിഹയ്ക്കിടയിലായിരിക്കും ആമീൻ പറയുന്നത്. മുവാലാത്ത് മുറിയും നമുക്കറിയാം. മുവാലാത്ത് മുറിഞ്ഞാൽ ആ ഫാത്തിഹേൻ്റെ സാധ്യതയൊക്കെ ബാധിക്കും. നാദാവര ജുമാഅത്ത് പള്ളിയിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രശ്നം തന്നെയാണ് മുഅ്തമദ് പ്രകാരം.
ശവടാ മഹാന്മാരൊക്കെയും സാധാരണക്കാരുടെ നിസ്കാരം ബാത്തിലാവാതിരിക്കാൻ വേണ്ടി അഭിപ്രായം ഉദ്ധരിക്കാറുണ്ട്. അത് ആവശ്യത്തിനു വേണ്ടി അനിവാര്യതയാണ്. കല്ലൂബിലൊക്കെ പറഞ്ഞ അഭിപ്രായം കേട്ടതിൻ്റെ മേൽ കേട്ട് ആമീൻ പറഞ്ഞാൽ മുവാലാത്ത് മുറിയില്ലെന്നും അങ്ങനെ ആമീൻ പറയൽ സുന്നത്താണെന്നും എന്നുള്ള അഭിപ്രായം ഉദ്ധരിക്കുന്നത് സാധാരണക്കാരുടെ നിസ്കാരം ബാത്തിലാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊക്കെ മൂപ്പരുടെ ഒരു രീതിയാണ്. എല്ലാവരും പോണല്ലോ സ്വർഗത്തിൽ. ഉറുഫ്, നടന്നു വരുന്ന ഉറുഫ്, വലിയ ആലിമീങ്ങളുടെ കാലത്തൊക്കെ നടന്നു വരുന്ന ഉറുഫിനെ ഒറ്റടിക്ക് എതിർക്കാറില്ല. ചിലപ്പോൾ അത് റാജിഹിനെതിരൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ഒരു അവലംബമുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കാറില്ല. ഉറുഫിനെതിരെ ഫിക്കിൻ്റെ കിതാബിൽ നമ്മൾ കാണാം, റാജി പറഞ്ഞതിൻ്റെ ശേഷം വാലയിൽ അമൽ, രോഗിയെ കിടത്തുന്നിടത്ത്, മയ്യത്തിനെ കിടത്തുന്നിടത്ത് ചെരിച്ച് കിടത്തണം. എല്ലാ രണ്ടാം അഭിപ്രായം ഇസ്തിൽ പിന്നെ മലന്ന് കിടക്കലാണ് അഫ്ളൽ, അങ്ങനെ കിടത്തലാണ് അഫ്ളൽ എന്ന് പറഞ്ഞെടുത്ത് കാണാം വാലയിൽ അമൽ. പക്ഷേ ഈ മർജു അനുസരിച്ചാണ് ജനങ്ങളുടെ അമൽ. എത്രയോ വിഷയങ്ങൾ പറയുന്നത് മസാല പ്രകാരം അത് മർജു ആയിരിക്കാം, പക്ഷെ നടന്നു വരുന്ന അമൽ അങ്ങനെയാണ്. അത് നിലക്ക് പെട്ടെന്നൊരു നാട്ടിൽ എതിർക്കാതിരിക്കുക, വിമർശിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു അഭിപ്രായക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറെ ചെയ്യാം. ഇപ്പം നാദാപുരത്ത് റമദാൻ നടക്കുന്ന വിത്തർ 3 ഒന്നിച്ചാണ്. ഷാഫി മദ്ഹബിൽ കറാത്താണ്. പക്ഷേ ഹനഫി ഏതോ ഷെയ്ഖിൻ്റെ ഇജാസത്ത് പ്രകാരം മുമ്പുള്ളൊരു കാളി അങ്ങനെ ചെയ്തു വരുന്നതായിരിക്കാം. അത് നടന്നു വരുന്നൊരു നടപ്പാണ്. സാധാരണ എതിർക്കാറില്ല. 2 3 നിസ്കരിക്കുന്നവർ പുറത്തു പോയി കയ്യാലെ പോയിട്ട് നിസ്കരിക്കും. അതാണ് അവിടുത്തെ രീതി. ആരും എതിർക്കാറില്ല. അങ്ങനെയുള്ള ഉറുഫ് പെട്ടെന്ന് എതിർത്ത് നാട്ടിൽ പ്രശ്നമുണ്ടാക്കരുത്. ഇത് മൂപ്പരുടെ ഒരു സമീപന രീതിയാണ്. ഇതെല്ലാം നമുക്ക് പാഠമുണ്ട്. അതേപോലെ തന്നെ പറയേണ്ടത് തമാശ കലർത്തി പറയേണ്ടത് അങ്ങനെ പറയും, ഗൗരവമുള്ള വിഷയം അങ്ങനെയും പറയും. സാധാരണ ഇങ്ങനെ റമദാൻ ഇപ്പോൾ ശഅബാൻ 30 പൂർത്തിയായി, പിറ്റേ ദിവസം മാസം കുറച്ച് വലുപ്പത്തിൽ കണ്ടാൽ ഒരു സംശയമാണ്, ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയി. പൊതുവെ അങ്ങനെ നമ്മൾ സംശയിക്കുക. ശഅബാൻ 30 പൂർത്തിയായി, പിറ്റേ ദിവസം റമദാൻ, അന്നത്തെ രാത്രി മാസം കുറച്ച് വലുതാണെങ്കിൽ ചോദിക്കുക, അപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയല്ലേ. ബഹുമാനപ്പെട്ട ഓരോട് ഇങ്ങനെ ചോദിച്ചു പോലും, ഒരു മാസം കുറച്ച് വലുപ്പം കൂടുതലാണെന്നല്ലോ. ഓർ പറഞ്ഞ അങ്ങനെയാണ്. ചില കുട്ടികളെ പ്രസവിച്ചൊക്കെയാണല്ലോ വണ്ണം കൂടുതലായിരിക്കും. അതൊരു പിറന്നതാണ്, ഇത് പിറച്ചന്ദ്രനാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് വലുപ്പമുള്ളതുപോലെ ചന്ദ്രൻ കുറച്ച് വലുപ്പം ഉണ്ടാവും എന്ന് തമാശ രൂപത്തിൽ മറുപടി പറയുമായിരുന്നു. ചേരാപുരം പള്ളിയിലെ മക്കാം, ആ മക്കാമ് ക്യാൻറ്റീൻ ആവശ്യത്തിനോ പള്ളി വിപുലീകരിക്കാൻ വേണ്ടിയോ ഒന്ന് തട്ടി റെഡിയാക്കണം, മക്കാമ് പൊളിക്കുക എന്ന് സംഗതിക്കും വേണ്ടി മൂപ്പരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ മൂപ്പർ പറഞ്ഞു പോലും ആ മക്കാമ് നിലനിർത്തേണ്ട മക്കാമാണ്, പൊളിക്കാണ്ടൊരു മക്കാമുണ്ടെന്നും ചോദിച്ചു. അതേതാ മക്കാം? അത് സംസ്ഥാന പാഠപുസ്തകത്തിൽ സക്കാത്ത് റിബയുടെ ബാബിൽ അധ്യായത്തിൽ ഒമായക്കുമു മക്കാമും, ആ മക്കാമാണ് പൊളിക്കേണ്ടത്. അപ്പോൾ ആ രൂപത്തിൽ തമാശ രൂപത്തിൽ പറയേണ്ടത് അങ്ങനെ പറയും. കല്യാണ വീട്ടിൽ നിക്കാഹൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പലതരം ഭക്ഷണം കൊണ്ടൊക്കെയല്ലോ. അപ്പോൾ അതൊക്കെ സൂപ്പറെ കൊണ്ട് വെച്ചപ്പോൾ ഒരാൾ ചോദിച്ചു പോലും, എല്ലോട് ഇതൊക്കെ ഒരു ഇസ്റാഫല്ലേ, കുറേ തരം ഭക്ഷണം. മൂപ്പർ പറഞ്ഞത് ഇസ്റാഫല്ല, അതെല്ലാം ഒരു ഇക്റാമാണ്. അപ്പോൾ വലിയൊരു പാഠം തന്നെ. എല്ലാം ഇസ്റാഫ് ദൂർത്താക്കി തള്ളുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഇസ്റാഫല്ല, അത് ഇക്റാമാണെന്ന് ബഹുമാനപ്പെട്ട ഓറവർ മറുപടി പറയുകയും ചെയ്തു. ഇനി മൂപ്പറൊന്ന് തട്ടാനും തർക്കത്തിനും അങ്ങനെ വരുന്ന ആളുകൾ അതേ രൂപത്തിൽ തന്നെ മറുപടി പറഞ്ഞ് അവിടെ നിർത്തുകയും ചെയ്യും. പണ്ട് ഈ മുജാഹിദിൻ്റെ മഹാബികളുടെ മയ്യത്തിസ്കാരം, അവരുടെ വേള മയ്യത്തിസ്കാരം പണ്ഡിതന്മാർക്ക് ഹറാമും സാധാരണക്കാർക്ക് കറാഹത്തും എന്നൊരു വിവാദം നടക്കുന്ന സമയത്ത് ചില മുതഅല്ലിമികൾ മൂപ്പറയത്ത് വന്നു ചോദിക്കാൻ വേണ്ടി. അവർ വന്ന് ചോദിക്കുന്നത് സീതി ഹാജിക്ക് മയ്യത്തിസ്കരിക്കാൻ പറ്റുമെന്നാണ്. സീതി ഹാജിക്ക് മയ്യത്തിസ്കരിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഓരോ മറുപടി അത് പറ്റൂല, പിന്നെ കാഫിറായി പോകുന്നു. ഇവർ ഹറാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. മൂപ്പർ പറഞ്ഞത് കാഫിറായി പോകുന്നു. അപ്പോൾ ഇവർ വെച്ചെല്ലാം കാഫിർ ഹറാമല്ലേ ഉള്ളൂ. അല്ലാലോ അള്ളാഹുവിനെ നിസ്കരിക്കാൻ പറ്റുമോ? സീരിയാജിക്ക് ഇനിയിപ്പം നിസ്കരിക്കുക അല്ല, ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, മൂപ്പറുടെ മേൽ നിസ്കരിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരു മുസ്ലിമിൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കണ്ടേ? അതല്ല, അത് നിസ്കരിച്ചാൽ പുത്തൻവാദികൾ നല്ലവരാണെന്ന് തോന്നൂലേ? അപ്പം മൂപ്പർ പറഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിൽ അവർ കാഫിറാണെന്നും തോന്നൂലേ? അപ്പം ഇവർ ചോദിച്ച് അങ്ങനെ നിസ്കരിക്കണമെന്ന് എവിടെയാണ് പറഞ്ഞത്? അത് ചെറിയ ചെറിയ കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരുടെ ചോദ്യം വലിയ വലിയ കിതാബിലൊക്കെ എന്താ പറഞ്ഞത്? അത് വലിയ വലിയ ആളുകളോട് ചോദിക്കണമെന്ന്. അങ്ങനെയുള്ള ആ സമയത്ത് പറയേണ്ടത് ചിന്തിച്ചിട്ടൊന്നല്ലല്ലോ, ആ സമയത്തും കിട്ടും പറയാം. പെട്ടെന്ന് തീർച്ചയായിട്ടും സമയത്ത് ഒരാൾ കയറി വന്ന് വെച്ച് നിങ്ങളെ വിദ്യാർത്ഥികളോട് കുട്ടികളോട് ഇങ്ങനെ പറയുന്നുണ്ടോ നോട്ടിന് സക്കാത്ത് കൊടുക്കണ്ട? ബഹുമാനപ്പെട്ട ഓരോ പറഞ്ഞ് ഈ നോട്ടിന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂലല്ലോ, മനുഷ്യനല്ലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, നോട്ടിന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല എന്നാണ്.
അപ്പോൾ പെട്ടെന്ന് ആ സമയത്ത് പറയേണ്ട കുത്ത് കൊക്ക പറയുന്നവരോട് കൊക്ക, നമ്മളാട്ട് കൊക്ക ഭാഷ എന്ന് പറയും, ആ രൂപത്തിൽ പറയാപ്പെട്ടവർക്ക് കഴിയുമായിരുന്നു. പിന്നെ കടുപ്പത്തിൽ പറയേണ്ടത് ആ രൂപത്തിലും പറഞ്ഞിട്ടുണ്ട്. 2 വിഷയമാണ് ബഹുമാനപ്പെട്ട ഓറവുകൾ ശക്തിയുക്തം തീർത്തത്. ഒന്ന് ഖുർആൻ പരിഭാഷയും അതേപോലെ തന്നെ സ്പീക്കർ ആരാധനയും. ഈ 2 വിഷയം മഹാമുസീബത്താണെന്ന് മരണം വരെ ബഹുമാനപ്പെട്ട കുത്തുബിത്തങ്ങൾ പറഞ്ഞതുപോലെ വഫാത്ത് വരെ ബഹുമാനപ്പെട്ട ഓറവുകൾ ഈ 2 മുസീബത്തിനെതിരെ വല്ലാതെ ഗൗരവത്തോടു കൂടെ സംസാരിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. വളരെ ഗൗരവത്തോടെ നാദാപുരത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഹുജ്ജത്തുല്ലമ മൗലാന അവറുകൾ നീണ്ട സമയം ബഹുമാനപ്പെട്ട ഒരു സ്റ്റേജിലിരിക്കുക ഈ വിഷയം സവിസ്തരം പ്രതിപാദിച്ചതിൻ്റെ ശേഷം സദസ്സിനൊരു ചോദ്യം വന്നു. ഇനിയൊരു വെള്ളിയാഴ്ച ഈ ഉച്ചഭാഷ ഉപയോഗിക്കുന്ന പള്ളിയിലെത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? ഗുരുവർ പറഞ്ഞതിൻ്റെ മറുപടി ഓറ് പറയും. ഓറ് പതുക്കെ പറഞ്ഞു. ഞാൻ സദസ്സിൽ നമുക്ക് ചെറുതാണ് കേട്ടത് ഈ പറയുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ഓറവർ എല്ലാവരും സാഗൂതം ശ്രദ്ധിക്കുക. എന്താ ഓറ മറുപടി? വെള്ളിയാഴ്ച ഇത് ഉപയോഗിക്കുന്നിടത്തെത്തിയാൽ എന്ത് ചെയ്യണം? ഓറവർ മറുപടി, തീരെ ജുമുഅ ഇല്ലാത്ത സ്ഥലത്തെത്തിയാൽ എന്തു ചെയ്യണം? എന്തു ചെയ്യും? അത് ചെയ്യണം. അഥവാ ജുമുഅ ഉള്ള മറ്റു സ്ഥലത്തിന് അവിടെ പോകണം, അല്ലെങ്കിൽ അവിടെ വെച്ച് ളുഹർ നിസ്കരിക്കണം. ഇതായിരുന്നു ബഹുമാനപ്പെട്ട ഓറവരുടെ മറുപടി. ചെറുതല്ലല്ലോ, ജുമുഅ ഇല്ലാത്തതിന് തുല്യമാണ്. ജുമുഅ ഇല്ലാത്തടത്തെത്തിയാൽ എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഒരഭിപ്രായം പോലും മറ്റെല്ലാ വിഷയങ്ങളിലും കൗലോ വജ്ഹോ പറയുന്ന ഓറവർ ഒരു കൗലും ശാഫിയും അതിന് സംബന്ധമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് ശ്രദ്ധേയമാണെന്ന് മാത്രമല്ല എല്ലാ മുസീബത്തിനും ഇത് തന്നെയാണ് കാരണം എന്നും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. കബീർ സൗത്തിൻ എല്ലാവർക്കും അറിയുന്ന ബൈത്താണ്. ഒരുപാട് നാശവും പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടാവുകയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഓറവുകൾ ചൊല്ലിയ ആ മുസീബത്തും മുജാഹദത്തും പോരാട്ടവും മദാവത്തും ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ബഹുമാനപ്പെട്ട ഓറവ പ്രഖ്യാപിച്ചത് ആ പ്രവചനം അക്ഷരം പ്രതി ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇത്രയും മുസീബത്ത് അടങ്ങണമെങ്കിൽ എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാന കാരണം? ഇബാദത്ത് അലങ്കോലപ്പെട്ടു, ജുമുഅ അലങ്കോലപ്പെട്ടു, ജമാഅത്ത് അലങ്കോലപ്പെട്ടു, ബാങ്കും നിസ്കാരം അലങ്കോലപ്പെട്ടു. അതിന് പൂർവസ്ഥിതിയിലേക്ക് പൂർവികരായ കുത്തുബിത്തങ്ങൾ പോലെ മഹാന്മാർ അവരെല്ലാം പൊരുത്തപ്പെട്ട ഇഷ്ടപ്പെട്ട രീതി ഏതാണോ ആ രീതിയിലേക്ക് പോവാത്ത കാലത്തൊക്കെയും ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമുണ്ടാകില്ല എന്ന് നമുക്ക് മഹാനരായ ഓരുടെ ഈ 2 വരി പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരോടൊപ്പം മറ്റെല്ലാ മശായിഖുമാരോടൊപ്പം ജന്നാത്തു നഈമിൽ ഒരുമിച്ച് കൂട്ടി അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.